സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗമാണ്. എല്ലാ കൂട്ടുകാർക്കും, എല്ലാ കൊച്ചു കൂട്ടുകാർക്കും അവതരിപ്പിക്കാൻ പറ്റുന്ന ചെറിയ ഒരു പ്രസംഗം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പ്രസംഗത്തിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നൊന്ന് ചർച്ച ചെയ്യാം. ആദ്യത്തേത് അല്ലേ, നമ്മൾ കുറേ ആളുകളുടെ മുമ്പിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെ ആ സദസ്സിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വേണം അല്ലേ. പേടി പൂർണ്ണമായി ഒഴിവാക്കുക. പിന്നെയോ വസ്ത്രധാരണം, നമ്മുടെ വസ്ത്രധാരണം നല്ല നീറ്റായിട്ട് വേണം. ഒരു വ്യക്തിത്വത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മൾ ആ സദസ്സിനെ അഭിമുഖീകരിക്കേണ്ടത്. തല ഉയർത്തിപ്പിടിച്ച് എന്ത് ചെയ്യുക, നേരെ നിന്ന് പ്രസംഗിക്കുക അല്ലേ. പിന്നീടോ ഒരു ഉപന്യാസം വായിക്കുന്നത് പോലെ ആവരുത് പ്രസംഗം. മറ്റുള്ള ആളുകളോട് അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് പ്രസംഗത്തിന് ആദ്യം വേണ്ട കാര്യം. പിന്നീട് നല്ല ഉച്ചാരണ ശുദ്ധി വേണം. ഓക്കെ, കൃത്യമായി അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ്. പ്രസംഗം ഒരിക്കലും അധിക പ്രസംഗമാവരുത് അല്ലെ, നീണ്ട പ്രസംഗമാവരുത്. എന്നാൽ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടായിരിക്കണം. പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തുടക്കം അത് ഏറ്റവും ഭംഗിയാക്കി ശ്രോതാക്കളിലേക്ക് എത്തിക്കണം. അതേപോലെ ഒടുക്കവും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ അവസാനിപ്പിക്കണം. ഓക്കെ, ദെൻ ആ വിഷയത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ തെറ്റുകൾ കൂടാതെ ആ വിഷയം പറഞ്ഞു തീർക്കണം. ഇതൊക്കെയാണ് കൊച്ചു കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിന് തയ്യാറാക്കിയ ഒരു പ്രസംഗം നോക്കൂ. അഭിവന്ദ്യരായ അതിഥികളെ, സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹപാഠികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. മനോഹരമായ ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് 2 വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ന് സ്വാതന്ത്ര്യദിനം. ഇന്ത്യ എന്ന മഹത്തായ ഈ രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ബഹുവിധ വർണ്ണങ്ങളിൽ വിടർന്നു പരിലസിക്കുന്ന പൂക്കൾ, പല വലുപ്പത്തിലുള്ളവ, വ്യത്യസ്ത സുഗന്ധങ്ങൾ വമിക്കുന്നവ. ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് ഈ വൈവിധ്യമാണ്. അതെ, ഭാരതം ഒരു പൂന്തോട്ടമാണ്. വ്യത്യസ്ത ഭാഷകൾ, വേഷങ്ങൾ, അനേക ജാതികൾ, മതങ്ങൾ, വർഗങ്ങൾ, അങ്ങനെ. ഒരു മാലയിലെ മുത്തുകളെ പരസ്പരം കോർത്തു നിർത്തുന്ന ചരട് ഏതാണ്? മഹത്തായ പുരാതന ഭാരത സംസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല. സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംസ്കാരം, അതാണ് ഇന്ത്യയുടെ സംസ്കാരം. ബുദ്ധന്റെയും ഗാന്ധിജിയുടെയും വിവേകാനന്ദന്റെയും പാരമ്പര്യം. സംസ്കാരത്തിൻ്റെ ഈ മഹാപ്രവാഹത്തിൽ നിന്നും ഒരു കുമ്പിൾ വെള്ളം നമുക്ക് കോരിക്കുടിക്കാം. ഹൃദയം കുളിർക്കട്ടെ, ദിശണ തെളിയട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇത് ഒരു കൊച്ചു പ്രസംഗമാണ്. എല്ലാ കൂട്ടുകാർക്കും പഠിക്കാൻ പറ്റിയ, പറയാൻ പറ്റിയ വാക്കുകൾ മാത്രം കൂട്ടിച്ചേർത്ത് തയ്യാറാക്കിയ ഒരു കൊച്ചു പ്രസംഗം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു കൂട്ടുകാരിലേക്കും മറ്റുള്ള ആളുകളിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ.